ഹായ് മക്കളെ, അങ്ങനെ ഒരുപാടേറെ അസ്വസ്ഥതകളുടെയും സമ്മർദ്ദത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നിങ്ങളെ വീണ്ടും കാണുകയാണ്. ഇതുവരെയും നിങ്ങളെല്ലാവരും കൂടെ നിന്നു. ആത്മാർത്ഥമായ ഒരു വലിയ ടീം, നിങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ എഡ്യൂക്കേഷണൽ രംഗത്തെ വമ്പന്മാരായ സുഹൃത്തുക്കളെല്ലാം അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടെ സൈലം ലേണിംഗ് ആപ്പിനൊപ്പം നിന്ന നിമിഷങ്ങൾ കൂടെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. ആ ഒരു സമ്മർദ്ദത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. വളരെ സന്തോഷമായിട്ട്, ബിക്കോസ് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ലൈഫ് തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായത്. എന്തോ ഒരു വലിയ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു എന്തോ ഒരു ഫീലിംഗ് ആണ് സത്യത്തിൽ മനസ്സിലുള്ളത്. എല്ലാവർക്കും അത് തന്നെയായിരിക്കും, മക്കൾക്കും അത് തന്നെയായിരിക്കും. അപ്പം ആക്ച്വലി ഞങ്ങള് എന്താണ് സംഭവിച്ചെന്നുള്ള ചോദ്യമുണ്ട്. എങ്ങനെയാണ്, ആരാണ്, എന്തൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. സോ അതിന്റെയൊക്കെ റൈറ്റ്, സോ എങ്ങനെയാണ് അവർ ഹാക്ക് ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി നമുക്ക് ഈ കഴിഞ്ഞൊരു മണിക്കൂർ കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ആരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും കൂടെ നന്ദി കൂടെയാണ്, ആക്ച്വലി നന്ദി പറച്ചിലും കൂടെയാണ് എൻ്റെ സൈലമീൻസിന് നിങ്ങൾ ഓരോരുത്തരുടെ മക്കളുടെ പേരിൽ റൈറ്റ്. സോ കാര്യം നിങ്ങൾ പറയുന്ന പോലെ 17 ലക്ഷം ആളുകളുടെ പേരിലുള്ള നന്ദി അറിയിക്കലും കൂടിയാണ് ആക്ച്വലി ഈ വീഡിയോ എന്ന് പറയുന്നത്. പാരന്റ്സും ഇന്നലെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, കുട്ടികളൊക്കെ വലിയ നമ്മൾ സങ്കടത്തിലാണെന്ന് പറയുമ്പോൾ ഇന്നലെയൊക്കെ പലരും പല ചാനലുകൾ, പത്രങ്ങൾ എല്ലാവരും എന്താണ് സൈലത്തിന് സംഭവിച്ചത് എന്നും സൈലത്തിന് ഇത് സംഭവിക്കരുത് എന്നും ആഗ്രഹിച്ചു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനവും. എല്ലാ ചാനൽസ്, എല്ലാ മീഡിയാസിനൊക്കെ നന്ദി പറയുകയാണ്. നിങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ എന്ത് ചെയ്തു, ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഇത് അറിയിക്കാൻ, ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നിങ്ങൾ അവർ ഈ ഒരു പ്രശ്നത്തിലാണ് ആ ചാനലിൽ നിന്ന് വരുന്ന വീഡിയോസ് അവരുടെ അല്ല എന്നുള്ള രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ചാനൽ നമ്മൾ റിക്കവർ ചെയ്തു. ഇപ്പൊ ഇത് സെക്യൂർ ആക്കാനുള്ള ഒരു വർക്കിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ അതിൽ വീഡിയോ ഉണ്ടാവില്ല. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വൺസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആയി കഴിഞ്ഞ് ഇനി ഒരു തരത്തിലും അതിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അതിനെ മാറ്റിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എൻ്റെ സിസ്റ്റംസ് ഉൾപ്പെടെ, അതായത് ഇവിടെയുള്ള സിസ്റ്റംസ് ഉൾപ്പെടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്രോപ്പർലി റീസ്റ്റോർ ചെയ്യുകയാണ്. എന്നിട്ട് മാത്രമേ നമ്മൾ അതിൽ എന്ത് ചെയ്യുള്ളൂ, ലൈവുകളും കാര്യങ്ങളും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യുള്ളൂ. അതുവരെ ഈ ചാനൽസിലായിരിക്കും, നമ്മൾ ഇന്നലെ തുടങ്ങിയ ചാനലിലും ഈ ചാനലിലും ആയിരിക്കും നമ്മൾ ലൈവുകൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്തേക്കണം, മനസ്സിൽ വെച്ചേക്കണം. ആ ചാനലുകളിലെ വീഡിയോയ്ക്കായിട്ടും ലൈവിനായിട്ടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത് എന്ന് സാർ ഞാൻ പറയുകയാണ്. റൈറ്റ്, സോ കൃത്യമായിട്ട് 2:58 മിനിഞ്ഞാന്ന് വെളുപ്പിന് 2:58 ആക്ച്വലി ഹാക്കിംഗ് നടന്നത്. അതൊരു പ്രോപ്പർ നടന്നത് 2:58 പറയുമ്പോൾ ഹാക്കിങ്ങിന്റെ ഒരു പണി ആരംഭിച്ചത് ഫെബ്രുവരി. ഏറ്റവും അത്ഭുതപ്പെടുത്താതാണ് ഫെബ്രുവരി മാസം മുതൽ. ഫെബ്രുവരി മാസം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ്. കാരണം എല്ലാവരും എക്സാമിനേഷന്റെ മൂഡിലേക്ക് കടക്കുന്ന, മാർച്ചോടുകൂടെ എല്ലാ പരീക്ഷകളും ആരംഭിക്കുന്ന ഒരു മന്താണ് ഫെബ്രുവരി എന്ന് പറയുന്നത്. സോ നടത്തിയത് വിദേശത്ത് നിന്നാണെങ്കിലും അതിനുവേണ്ടി റഷ്യയിൽ നിന്നാണെങ്കിലും അതിനുവേണ്ടി ഫെബ്രുവരി പ്രിഫർ ചെയ്തു എന്നതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും മെയിൻ കാര്യം സാറേ, ഫെബ്രുവരി പ്രിഫർ ചെയ്തു. ഫെബ്രുവരി തൊട്ട് തുടങ്ങി ഈ ഇന്നലെയാണ്, മിനിഞ്ഞാന്നാണ് ആക്ച്വലി അത് ഹാക്കിംഗ് പ്രോപ്പറിലേക്ക് അവർ എത്തിയത്. പക്ഷേ ഈ ഫെബ്രുവരി വെച്ച് തുടങ്ങുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഇന്നലെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞൊരു മണിക്കൂറിനുള്ളിൽ 2 തരം ഹാക്കേഴ്സ് ആണുള്ളത്. ഒന്നെങ്കിൽ ഒരു പ്രോപ്പർ ഇന്റൻഷൻ വെച്ചോ, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ പോലെയുള്ള വീഡിയോ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഹാക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നലെ തന്നെ എല്ലാവരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഹാക്ക് ചെയ്ത് അവരൊരു ബിറ്റ് കോയിനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർ വിത്തിൻ ഹവേഴ്സ് തന്നെ എന്ത് ചെയ്യും, ആ വീഡിയോ പ്ലേ ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നലെ കംപ്ലീറ്റ്ലി ഡേ എന്ത് ചെയ്തിട്ടില്ല, വീഡിയോ പ്ലേ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ അതല്ലായിരുന്നു അവരുടെ ഇന്റൻഷൻ, വേറെ എന്തോ ആയിരുന്നു ഇന്റൻഷൻ. ഫെബ്രുവരി തൊട്ട് ഏറ്റവും പീക്ക് ടൈമിൽ സൈലം ഏറ്റവും ആക്റ്റീവ് ആയിരിക്കേണ്ട പീക്ക് ടൈമിൽ ആ ചാനലിനെ അറ്റാക്ക് ചെയ്യാന്നുള്ള കാര്യം ആ ഡേറ്റ് ഉൾപ്പെടെ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ കാണിച്ചു തരാം. എങ്കിലും റൈറ്റ്, സ്വാഭാവികമായ ഒരു ചാനലിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 2 ആഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയെങ്കിലും സമയം എടുക്കുന്നതാണ്. ഇത് വിത്തിൻ അവേഴ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അത് കംപ്ലീറ്റ്ലി സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആക്ച്വലി സൈലത്തിന്റെ ഇവിടുത്തെ വിജയം. അതിനൊരു ടീം, ഒരു വലിയ ടീം, വലിയ സന്തോഷത്തോടുകൂടി പറയേണ്ടത് ടീം. റൈറ്റ്, സോ നിങ്ങൾക്കൊക്കെ അറിയാം. റൈറ്റ്സോ ഇത് കേട്ടുടനെ റൈറ്റ്സോ എന്റെ വീഡിയോസ് ആയാലും എന്റെ മീൻസ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉൾപ്പെടെ എല്ലാം കണ്ടിട്ട് ഞാൻ എന്നെ വിളിക്കുകയും ചെയ്ത് രാവിലെ തൊട്ട് ഫോളോ അപ്പ് ചെയ്ത് സാറിനെ ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫിസിക്സ് വാല എന്ന് പറഞ്ഞ വലിയ റൈറ്റ്സോ നിങ്ങൾക്കറിയാം. ഇതുപോലെ തന്നെ സൈലം പോലെ തന്നെ കുട്ടികളുടെ ഇമോഷൻസിനോടൊപ്പം നിൽക്കുന്ന ആ ഒരു വലിയ ബ്രാൻഡും നമ്മുടെ കൂടെ ചേർന്ന് നിന്നു. അലക്സ് സാർ ആയിക്കോട്ടെ, പ്രതീക് സാർ ആയിക്കോട്ടെ, അവരുടെ എൻറ്റയർ ടീം, ഗൗരവ് ഉൾപ്പെടെ എൻറ്റയർ ടീം നമുക്ക് തൊട്ട് ഇത് നടന്ന് റൈറ്റ്സോ ഇന്നലെ രാവിലെ തൊട്ട് തന്നെ, ഇന്നലെ കംപ്ലീറ്റ് പുലർച്ചെ തൊട്ട് തന്നെ അവര് നമ്മുടെ കൂടെ
വിളിച്ച് കുട്ടികൾക്ക് ക്ലാസ്സുകൾ മിസ്സാകരുത്, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തോ, ഈ കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ടീമിനോടൊപ്പം ചേർന്നിരുന്നത് ഇത് ഞങ്ങൾ റിട്രീവ് ചെയ്തെടുക്കും. യൂട്യൂബ് ഇന്ത്യയിലെ ഹെഡ് നമ്മളുമായിട്ട് ഡയറക്ട്ലി അവർ ത്രൂ നമ്മളുമായിട്ട് കണക്ട് ചെയ്തു. അവരുടെ ഒരു ടീമിനെ, യൂട്യൂബ് ഇന്ത്യയുടെ ഒരു ടീമിനെ തന്നെ അവരെന്ത് ചെയ്തു, ഇത് ഏറ്റവും വേഗത്തിൽ എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സപ്പോർട്ടായിട്ട് വന്നു. അവരും കൂടെ ചേർന്നിട്ടാണ് ആക്ച്വലി നമ്മൾ വിത്തിൻ ഹവേഴ്സ് ഇത് റിട്രീറ്റ് ചെയ്ത്. ആദ്യം ഒരു മെയിൽ ഞാൻ അയച്ചു, നിങ്ങൾക്കറിയാം ഇന്നലെ രാവിലെ തന്നെ ആ മെയിൽ പോയിരുന്നു. സോ അവർ ആദ്യത്തെ ഒരു ഫോളോ അപ്പ് ശേഷം അവർ പറഞ്ഞു ഈ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ മെയിൽ മീൻസ് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അത് നമ്മൾ രാവിലെ കൊടുത്തു. അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് യൂട്യൂബ് സപ്പോർട്ടിൽ നിന്ന് വിത്തിൻ ഹവേഴ്സ് തന്നെ നമുക്ക് യൂട്യൂബ് സപ്പോർട്ടിൽ നിന്ന് എന്ത് വന്നു, പ്രതീക് സാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. റൈറ്റ്. സോ ആ ഒരു ഇന്ററാക്ഷൻസിൽ സോ അലക്സാണ്ടർ പ്രതീക് സാറിലേക്ക് മെയിൽ വന്നു. സോ ആ മെയിലിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തു, റിപ്ലൈ ചെയ്തു. യൂട്യൂബ് ഇന്ത്യയിൽ നിന്ന് ഇൻ ദ സ്പോട്ട് തന്നെ, ബിക്കോസ് യൂട്യൂബ് ഇന്ത്യ നമ്മളുമായിട്ട് ഓവർ കോൾ ആൻഡ് ഓവർ മെയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഫ്രം ദാറ്റ് റൈറ്റ് സോ നമുക്ക് ഇന്ന് തന്നെ അവർക്ക് മനസ്സിലായി ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്രോപ്പർലി ഹൈജാക്ഡ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ ഹൈജാക്ഡ് ആണെന്ന് മനസ്സിലായിട്ട് അവരത് പ്രോപ്പർ ആയിട്ട് വേണ്ട അതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി അതിനെ കൃത്യമായി അവർ പറയുന്നുണ്ട്. വി അണ്ടർസ്റ്റാൻഡ് യു ആർ എൻക്വയറിംഗ് അബൌട്ട് എ പൊട്ടൻഷ്യൽ ഹൈജാക്കിംഗ് ആണ്. അവർ ടീം ഹാസ് കൺഫേം ദാറ്റ് യു വെർ ഹൈജാക്ഡ്. അവർ മനസ്സിലാക്കി, അത് കൃത്യമായി എന്ത് ചെയ്തു, അവർ മനസ്സിലാക്കി അതിനുള്ള എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായി പറഞ്ഞു തന്നിട്ട് ആൻഡ് ഫൈനലി നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് സമയങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ അത് കൃത്യമായി ട്രാക്കിലേക്കായി അവരുടെ റിപ്ലൈ നമുക്ക് വന്നു. റിയലി ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് അവർ അക്കൗണ്ട് ഹാസ് ബീൻ റീസ്റ്റോർഡ്. നമ്മുടെ അക്കൗണ്ട് റീസ്റ്റോർ ചെയ്തതിലുള്ള സന്തോഷം യൂട്യൂബ് ഇന്ത്യ നമ്മളോട് പറഞ്ഞു. ബിക്കോസ് നമ്മൾ അത്രയും നല്ലൊരു ക്രിയേറ്റേഴ്സ് ആണ്. അത്രത്തോളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന അവരുടെ റൈറ്റ്സ് ചാനൽസ്, റൈറ്റ്, ഒരു യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിനെ അത്രത്തോളം ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ അവരും നമ്മളോടൊപ്പം നിന്ന് ആൻഡ് താങ്ക്സ് ടു ദി എൻറ്റയർ ടീം ഓഫ് PWന് ഒരു വളരെ ഒരു താങ്ക്സും കൂടെ പറയാണ്. അവരുടെ എൻറ്റയർ ടീമിനെ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി അത്രത്തോളം സപ്പോർട്ട് ചെയ്ത്. ഒരു വൈകാരിക അവസ്ഥ ഒരുപക്ഷെ PWനോളം മനസ്സിലാക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നുകൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു ഈ നിമിഷങ്ങളിൽ. കാരണം അതേ വൈകാരികതയോട് കൂടിയാണ് അവരുടെ കുട്ടികളും അവരും ചേർന്ന് നിൽക്കുന്നത്. സർ, ഇനി എങ്ങനെയാണ് ഇത് ഹാക്ക് ചെയ്തതെന്നുള്ളതാണ് സാർ ഞാൻ പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഇത് നോർമൽ മെയിൻ ക്രിയേറ്റേഴ്സിന് ഉൾപ്പെടെ എല്ലാവർക്കും ഒന്ന് അറിഞ്ഞിരിക്കാവുന്നതാണ്. ഇവര് സെഷൻ ഹൈജാക്കിംഗ് എന്നൊരു സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ഇപ്പം ഏതെങ്കിലും ഒരാൾക്ക് ഏറ്റവും നല്ല റൈറ്റ്സോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരുടെ മെയിൽ ഐ ഡിയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പേഴ്സണൽ മെയിൽ ഐ ഡി വേണമെങ്കിൽ ഹാക്ക് ചെയ്യാം ഈ ഒരു സിസ്റ്റം വെച്ചിട്ട്. അപ്പൊ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ സെക്യൂർ ആക്കാൻ വേണ്ടി നിങ്ങൾ ഇത് അറിയുന്നത് നല്ലതാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം എറർ എന്ന് പറഞ്ഞ ചിലപ്പോൾ പോപ്പപ്പ് വരും. അത് നോർമലി നിങ്ങളുടെ ഡിവൈസിൽ വരാറുള്ളതാണ്. പക്ഷേ ഈ എക്സ്റ്റൻഷൻ ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ക്രോമിൽ എന്ത് ചെയ്യാം, ഇടയ്ക്ക് വരാം. അപ്പൊ എല്ലാ ഈ വരുന്ന എററുകളും ആക്ച്വലി സിസ്റ്റം എറർ എന്ന് പറയുന്ന ആക്ച്വലി സിസ്റ്റം എറർ ആയിരിക്കത്തില്ല. ഇത് നിങ്ങളുടെ ഡിവൈസിനെ ഹാക്ക് ചെയ്യാൻ വരുന്ന ഒരു സിസ്റ്റം എറർ ആയിരിക്കാം. ചിലപ്പോൾ അതൊരു എക്സ്റ്റൻഷൻ അവർ കൊടുത്തിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ആക്ച്വലി സൈലത്തിന്റെ ഈ ചാനലൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെയിൽ ഐ ഡി ഉള്ളത് 3 ഡിവൈസസിലാണ് ആക്ച്വലി ഈ എൻറ്റയർ സൈലം ഓർഗനൈസേഷനിലുള്ളത്. ആ 3 ഡിവൈസസിൽ ഒരു ഡിവൈസിൽ ഫെബ്രുവരി തൊട്ട് ഈ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, എനിക്കറിയില്ല അത് ഏത് പോയിന്റ് ആണ്, മീൻസ് കഴിഞ്ഞ ദിവസങ്ങളിനുള്ളിൽ മിനിഞ്ഞാന്ന് തന്നെ ആയിരിക്കും, ഈവനിങ് സമയത്ത് ലൈവ് നടക്കുന്ന ഏതെങ്കിലും പീക്ക് ടൈമിലായിരിക്കാം. ഇത് വന്നപ്പോൾ ആരോ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ ഓക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ആ എക്സ്റ്റൻഷൻ അക്സെപ്റ്റ് ചെയ്തു. ആ ഒരു ലൂപ്പ് ഹോളിലൂടെയാണ് ആൾ എന്ത് ചെയ്യുക, ആ ഡിവൈസിലേക്ക് കയറുക. ഡിവൈസിൽ കയറിയിട്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലുള്ള ഒരാളാണ്, റൈറ്റ്. സോ മേ ബി VPN ആവും, അറിയില്ല. റഷ്യൻ ഹാക്കേഴ്സിന് റൈറ്റ് എന്തെങ്കിലും ഒരു രീതിയിൽ എന്താണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കാം ഇത് ചെയ്തിട്ടുള്ള. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഒരു ഡിവൈസിന്റെ ഒരു അതേ റെപ്ലിക്ക ആ സെഷൻ ഹൈജാക്കിങ് ചെയ്തിട്ട് കുക്കീസ് ഉൾപ്പെടെ എല്ലാം, റൈറ്റ്, ക്രോമിന്റെ ഉൾപ്പെടെ എല്ലാ കുക്കീസും അവർ ഹൈജാക്ക് ചെയ്തെടുത്തിട്ട് ഇതിന്റെ ഒരു റെപ്ലിക്ക, അതായത് ഇവിടെയുള്ള ഈ കാലിക്കറ്റിലുള്ള ഡിവൈസ് പോലെ തന്നെ ഒരു ഡിവൈസ് അവർ എന്ത് ചെയ്യും, റഷ്യയിൽ ഫോം ചെയ്യും. അപ്പൊ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, റിമെമ്പർ മീ ഇൻ ദിസ് ഡിവൈസ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ മെയിൽ ഐ ഡിയിലും ഉൾപ്പെടെ നിങ്ങൾ എവിടെയെങ്കിലും ലോഗിൻ ചെയ്യുമ്പോൾ വരാറുണ്ട്. അപ്പം ആക്ച്വലി ഗൂഗിൾ അഥവാ ജിമെയിൽ ആ ഡിവൈസിനെ റിമെമ്പർ ചെയ്തിട്ടുണ്ട്. അവർ മനസ്സിലാക്കുന്ന ഈ ഡിവൈസ് സൈലത്തിന്റെ ആണെന്ന് അവർ റിമെമ്പർ ചെയ്തിട്ടുണ്ട്. പക്ഷേ റഷ്യൻ ഹാക്കർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഡിവൈസ് പോലെ തന്നെ ഒരു ഡിവൈസിനെ അവിടെ റെപ്ലിക്കേറ്റ് ചെയ്തു. അപ്പം ജിമെയിൽ വിചാരിക്കുന്ന ആ ഡിവൈസ് നമ്മുടെ തന്നെയാണെന്നാണ്. അപ്പൊ അങ്ങനെ അയാൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി പോലെ തന്നെ അവിടെ ചെയ്യും. ആ ആക്ടിവിറ്റികൾ കറക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് അത് ഓരോ സമയത്തും ടൈം വെച്ചിട്ട് കൃത്യം, അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ 57 AM
നമ്മൾ പറഞ്ഞ 58 AM, അതായത് ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ സെക്യൂരിറ്റി കീ, അതായത് ജിമെയിലിലേക്ക് ഒരു സെക്യൂരിറ്റി കീ ഉണ്ട്. ആ കീ ആണ് ഏറ്റവും സ്ട്രോങ് കാര്യം. അതായത് വീട്ടിലേക്കുള്ള താക്കോലാണ് ഏറ്റവും കൂടുതൽ, പല വഴി കയറാമെങ്കിൽ താക്കോലിട്ട് കയറുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അത് അവർ മാറ്റിക്കളയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. ഏറ്റവും സ്ട്രോങ്ങർ സെക്യൂരിറ്റി കാര്യം മേടിക്കുക. പിന്നെ സ്മോളർ സെക്യൂരിറ്റി സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക, മാറ്റുക. അതായത് ഡിഫറൻസ്. എന്റെ ഫോണായിരുന്നു, ആ ഫോൺ ഡിലീറ്റ് ചെയ്തു, മെയിൽ റീചേഞ്ച്. ഇത് ചെയ്തപ്പോഴാണ് എനിക്ക് മെയിൽ വന്നത്. 2:58 AM അവർ എന്റെ റിക്കവറി ഇമെയിൽ മാറ്റിയപ്പോഴാണ് എനിക്ക് മെയിൽ ഐ ഡി വന്നത്. അത് കഴിഞ്ഞ് അക്കൗണ്ട് പിൻ ചെയ്തു സർ, പിന്നെ റിക്കവറി ഇമെയിൽ ഡിലീറ്റ് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു 2:58. ഇപ്പോഴൊക്കെ എനിക്ക് മെയിൽ വന്നു. 2:59 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ടേൺ ഓഫ് ചെയ്തു. ആൻഡ് 2:59 സൈൻ ഇൻ സ്റ്റെപ്പ് ആഡ് ചെയ്തു. സെക്യൂരിറ്റിക്ക് അവർ വേറെ മാറ്റി. എല്ലാം റഷ്യയിലാണ്, എല്ലാം വിൻഡോസ് ഓപ്പറേഷൻസ് ആണ് കംപ്ലീറ്റ്ലി നടക്കുന്നത്. അങ്ങനെ 2:59 ആയപ്പോൾ ടോട്ടലി അവരുടെ കയ്യിലേക്ക് എന്ത് ചെയ്തു, കൺട്രോൾ മാറി. മാർച്ച് 30 മിനിഞ്ഞാന്ന് ഈ 2:59 AM, അതായത് ഇന്നലെ രാവിലെ വെളുപ്പിന് എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി പറയാം. സോ ഇങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് തന്നെയാണ് എനിക്ക് എന്ത് ചെയ്തത്, എന്റെ മെയിലിലേക്കൊക്കെ സെക്യൂരിറ്റിക്ക് ആഡന്റെ ഒക്കെ 2:58 AM മെസ്സേജ് വരുന്നതും റിക്കവറി ഇമെയിൽ ഒക്കെ ചേഞ്ച് ചെയ്യുന്ന വന്നത്. ഇങ്ങനെ ഒരു രീതിയിലാണ് അവർ എന്ത് ചെയ്തത്, ഈ ഒരു മെയിലിനെ നമുക്ക് ഹൈജാക്ക് ചെയ്ത്. നോർമലി നമ്മളൊരു ഗൂഗിളിൽ ഈ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ റിപ്ലൈ ചെയ്യാൻ അവർക്ക് ഒരുപാട് 1-2 ആഴ്ച എടുക്കേണ്ടതാണ്. പക്ഷേ എന്റെ ടീമിന്റെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ, നമ്മുടെ എഫേർട്ടും എല്ലാം കൊണ്ട് തന്നെ വിത്തിൻ ഹവേഴ്സ് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റി, സോൾവ് ചെയ്യാൻ പറ്റി. 17 ലക്ഷം പേരുടെ ആ ഒരു കാത്തിരിപ്പ്, റൈറ്റ്. സോ അതിനുവേണ്ടി തന്നെ അവരെന്ത് ചെയ്തു, നമ്മളെ സപ്പോർട്ട് ചെയ്തു, അത് സോൾവ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റി. അപ്പൊ ഇങ്ങനത്തെയൊക്കെ എക്സ്റ്റൻഷൻസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും, റൈറ്റ്. സോ അവരുടെ മെയിൽ ഐ ഡി ഒക്കെ സെക്യൂർ ആക്കി വെക്കുക. സൈലം അത് അതിന്റെ ഏറ്റവും പീക്കിലേക്ക് ഇനി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള, ബാക്കി എല്ലാവരും അഡ്മിൻ ആയിട്ട് തന്നെയാണുള്ളത്. അതായത് ആ മെയിലിലേക്കുള്ള, നിങ്ങൾക്ക് അറിയാം, ആ ഒരു ലൈവ് എന്ന് പറയുന്നത് ആ 20 ചാനലിലായിട്ട് ഏകദേശം ഒരു 15ഓളം ലൈവുകൾ അറ്റ് എ ടൈം ഒക്കെ നടക്കാറുണ്ട്. ഒരു ഡേ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-65 ലൈവ് നടക്കാറുണ്ട്. ബാക്കിയെല്ലാം അഡ്മിൻ ആക്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ 3 ഡിവൈസിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് വി കട്ട് ഷോർട്ട് ഇറ്റ് ടു എ സിംഗിൾ ഡിവൈസ് ആൻഡ് ടു എ ലൈറ്റ് വേറെ എക്സ്റ്റെൻഡിലേക്ക് ആ സെക്യൂരിറ്റിയെ നമ്മൾ എന്ത് ചെയ്തു. ഇന്നലെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം നടന്നിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ. ഒരു ഡിവൈസിലേക്കൊക്കെ മാറ്റി അതിനെ ഏറ്റവും സെക്യൂർ ആക്കി മാറ്റുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രോസസ്സിലാണ് നമ്മൾ. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഇനിയൊരാൾക്ക് അത് കയറാൻ പറ്റാത്ത രീതിയിൽ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത്രയൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി എടുത്തത് ആകെ മണിക്കൂറുകളുടെ ഡിഫറൻസ് മാത്രമാണ്. സോ വളരെ എളുപ്പം നമുക്ക് നമ്മളുടെ ചാനലുകളിൽ എല്ലാ ആക്ടിവിറ്റിയും ആരംഭിക്കാൻ വേണ്ടി പറ്റും. എൻട്രൻസ് എക്സാമിനേഷനുകൾ എല്ലാം നടക്കുന്ന പീക്ക് ടൈമാണ്. ഈ ഒരു സമയത്ത് ഒരു 2 ആഴ്ചയോളം നമ്മളുടെ ചാനലിന് വേണ്ടി കാത്തിരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ മുമ്പിലുള്ള ഒരു അവസ്ഥ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിപ്പോയി, കംപ്ലീറ്റ്ലി ഇരുട്ടായിപ്പോയ ഒരു അവസ്ഥയിലായിരുന്നു ഇന്ന് നമ്മൾ ഉണ്ടായിരുന്നത്. ചാനൽ തിരിച്ചു കിട്ടുമോ എന്നതായിരുന്നില്ല നമ്മളുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്. എപ്പോൾ തിരിച്ചു കിട്ടും, ഒരു 2 ആഴ്ച കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ നമ്മളുടെ മക്കൾക്ക് എന്താണ്, ഒരൊറ്റ ചാനലിലൂടെ എത്രമാത്രം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആ ഒരു ചാനൽ നിങ്ങളെ എത്രമാത്രം കൺഫ്യൂസ്ഡ് ആക്കി തീർത്തേക്കും. നിങ്ങൾക്ക് മാത്രമായ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന ഒരിടത്ത് നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ 100,000 ചോദ്യങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ ചോദ്യങ്ങളെല്ലാം വളരെ എളുപ്പം ക്ലാരിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട ചാനലുകളിലേക്ക് എളുപ്പം മടങ്ങി വരാൻ വേണ്ടി കഴിയും. സൈലത്തെ അങ്ങേയറ്റം ആത്മാർത്ഥമായാണ് നിങ്ങളെല്ലാവരും പിന്തുണച്ചത്. നമ്മൾ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളെല്ലാം നമ്മളുടെ കൂടെ നിന്നു. കേരളത്തിലെ മീഡിയകളെല്ലാം നമ്മളുടെ കൂടെ നിന്നു. കേരളത്തിലെ മീഡിയ പ്രവർത്തകരെല്ലാം എങ്ങനെ നമുക്ക് ഈ ചാനലുകൾ തിരിച്ചെടുക്കുന്നതിൽ ഇടപെടാൻ കഴിയുമെന്നുള്ള നിർദ്ദേശങ്ങൾ വരെ തന്ന് ഞങ്ങൾക്കൊപ്പം നിന്നു. എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ നന്ദിയുള്ളത്. സൈലം നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ ദിവസം കൂടിയായിരുന്നു ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോവും, അടിപൊളിയായി മുന്നോട്ട് പോവും. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും, നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കും അറിയാം. സോ അവരെ സംബന്ധിച്ചിടത്തോളം, ഈ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ, നമ്മുടെ മക്കളെ ബുദ്ധിമുട്ടിക്കാന്നാണ് വിചാരിച്ച. സൈലം എന്നതിനെ തകർക്കാമെന്ന് വിചാരിച്ചവരോടെല്ലാം പറയുകയാണ്, ആഴ്ചകളെല്ലാം മണിക്കൂറുകൾ കൊണ്ട് ഒരു ലൈവ് പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ മുടക്കിയിട്ടില്ല. നമ്മൾ ആ ലൈവ് ഇന്നിപ്പം വൈകുന്നേരത്തെ പറഞ്ഞ ലൈവുകളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ മുതൽ നമുക്ക് ബാക്ക് ടു നമ്മുടെ നോർമൽ ചാനൽസിലേക്കൊക്കെ പോകാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആഴ്ചകൾ സൈലത്തിനെ ബുദ്ധിമുട്ടിക്കാമെന്ന് വിചാരിച്ചവരോട്, അതെ മാസങ്ങൾ, ഫെബ്രുവരി തൊട്ടിങ്ങോട്ടേ മാസങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാമെന്ന് വിചാരിച്ചവരോട് പറയുകയാണ്, ഇത് സൈലമാണ്, സൈലം തിരിച്ച് വരിക തന്നെ ചെയ്യും, അത് ഞങ്ങൾ ഉറപ്പ് തന്ന കാര്യമാണ്, ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പൊ ഇനി പുതിയ 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 റെവല്യൂഷൻസ് ആയിട്ട് സൈലം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ എത്തുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട്, അല്ലേ സാർ, നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു മക്കളെ. ഓക്കെ, ബൈ ബൈ.